ഓം ഗുരുവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറെക്കാലമായി ഒരു നിശ്ചലാവസ്ഥയുണ്ടോ? ശ്രമിച്ചിട്ടും കാര്യങ്ങൾ കൈവരാത്ത അവസ്ഥ, അവസാന നിമിഷത്തെ തടസ്സം, മനസ്സിൽ ഒരുവിധം ഭാരവും ആശയക്കുഴപ്പവും? എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ വരുന്ന മഹാശിവരാത്രി മുതൽ ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ തിരിവാണ് തുടങ്ങുന്നത്. ഇതൊരു സാധാരണ ദിവസമല്ല. ഇത് കർമ്മഫലത്തിന്റെ തിരുത്തൽ സമയം. ഇത് ദൈവാനുഗ്രഹം തുറക്കുന്ന വാതിൽ. ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ യമനാണെന്ന് ജ്യോതിഷം പറയുന്നു. യമൻ എന്നു പറഞ്ഞാൽ ശിക്ഷ മാത്രമല്ല, നീതി, സമത്വം, പഴയ കർമ്മങ്ങളുടെ സമവായം. ഈ ശിവരാത്രിയിൽ ശനി, ചന്ദ്രൻ, ഗുരു എന്നീ ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനമാറ്റം കൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഒരു കർമ്മവിശുദ്ധി ഘട്ടം തുടങ്ങുന്നു. കഴിഞ്ഞ കാലത്ത് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ച അനീതികൾ, അവയ്ക്കിനി മറുപടി കിട്ടുന്ന സമയം. മുടങ്ങിയ കാര്യങ്ങൾ നീങ്ങിത്തുടങ്ങും. നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്നൊരു കാര്യം, ജോലി, പണം, ഒരു കരാർ, ഒരു തീരുമാനമോ, അത് അപ്രതീക്ഷിതമായി മുന്നോട്ടു പോകും. ഒരു ഫോൺ കോൾ, ഒരു സന്ദേശം, അല്ലെങ്കിൽ ഒരാളുടെ നിർദ്ദേശം, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയേക്കാം. SAK അക്ഷരത്തിന്റെ സ്വാധീനം. ഈ സമയം മുതൽ SAK എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമാകും. അതൊരു സുഹൃത്തായേക്കാം, ഒരു ഓഫീസർ, ഒരു ബന്ധു, അല്ലെങ്കിൽ ഒരു പുതിയ പരിചയം. ഈ വ്യക്തി വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിവരമോ സഹായമോ നിങ്ങൾ ചിന്തിക്കാത്ത ഒരു വഴിയിലേക്ക് നയിക്കും. തൊഴിൽ, കരിയർ മേഖല. നിലവിലെ ജോലിയിൽ അസംതൃപ്തിയുള്ളവർക്ക് പുതിയ അവസരത്തിന്റെ സൂചനകൾ ലഭിക്കും. നിങ്ങൾ അപേക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് പോലും വിളിവരാം. ഇന്റർവ്യൂ വിജയകരമാകാൻ സാധ്യത കൂടുതലാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് മന്ദഗതിയിൽ പോയിരുന്ന പ്രവൃത്തി ഇനി സ്ഥിരതയോടെ ഉയരും. പുതിയ പങ്കാളിത്തം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പൂർണ്ണമായി വായിച്ചുറപ്പിക്കുക. വ്യക്തിജീവിതം. ഭരണി നക്ഷത്രക്കാർ ഹൃദയത്തിൽ വളരെ സ്നേഹമുള്ളവരാണ്. പക്ഷേ പലപ്പോഴും തെറ്റിദ്ധാരണകൾ കൊണ്ട് വേദനിക്കുന്നു. ഈ ശിവരാത്രിക്ക് ശേഷം ഒരു സത്യം വെളിപ്പെടും. അതാദ്യം അല്പം വേദനിപ്പിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ ഭാവിയെ രക്ഷിക്കും. ബന്ധങ്ങളിൽ വ്യക്തത വരും. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആരാണെന്നത് മനസ്സിലാകും. കുടുംബം. വീട്ടിലൊരു ശുഭകാര്യ ചർച്ച തുടങ്ങാം. വിവാഹം, ഗൃഹപ്രവേശം, പുതിയ വാങ്ങൽ. കുടുംബത്തിലുണ്ടായിരുന്ന അകലം കുറയും. ഒരാൾ ക്ഷമ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു നീക്കം നടത്തേണ്ടി വരാം. സാമ്പത്തിക ഭാഗ്യം. പഴയ കുടിശ്ശിക ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ഒരു തുക കൈവരും. എന്നാൽ ഓർക്കണം, ഈ സമയത്ത് ചെലവ് നിയന്ത്രണം അനിവാര്യമാണ്. പുതിയ നിക്ഷേപം ചെയ്യുമ്പോൾ അധൈര്യപ്പെടരുത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കോപം നിയന്ത്രിക്കുക. ഭരണി നക്ഷത്രക്കാർക്ക് വാക്ക് കഠിനമാകാം. ഈ സമയം പറഞ്ഞ വാക്ക് തിരിച്ചുവരില്ല. സംശയം കുറയ്ക്കുക. അവിശ്വാസം ഭാഗ്യത്തെ തടയും. അഭിമാനം മാറ്റി വിനയം സ്വീകരിക്കുക. ദൈവാനുഗ്രഹം ലഭിക്കാൻ ഹൃദയം തുറക്കണം. ശിവരാത്രി ദിവസം 108 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുക. ഓം നമഃ ശിവായ. അത് ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ആഗ്രഹം മാത്രം സൂക്ഷിക്കുക. ചിന്തകൾ ശുദ്ധമാക്കുക. സാധ്യമായാൽ ഒരു വിളക്ക് തെളിച്ച് ശിവനോട് നന്ദി പറയുക. നിങ്ങൾക്ക് തോന്നാത്ത വിധം ജീവിതം മാറി തുടങ്ങും. നിങ്ങൾ കടന്നുപോയ വഴികൾ എളുപ്പമായിരുന്നില്ല, പക്ഷേ നിങ്ങൾ ശക്തരാണ്. ഈ ശിവരാത്രി മുതൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നു. ഭയപ്പെടേണ്ട. അവസരം വരുമ്പോൾ പിടിച്ചു നിർത്തുക. ദൈവത്തിൽ വിശ്വാസം വയ്ക്കുക. നിങ്ങളുടെ സമയമെത്തി. ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടത് പരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ നക്ഷത്രമുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. കൂടുതൽ ശക്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പരമേശ്വരന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.